ഫുട്ബോൾ ലോകകപ്പിന് ഇനി വളരെ കുറച്ചു മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അടിമുടി മാറ്റങ്ങളുമായി എത്തുന്ന വിശ്വമേളയ്ക്ക് എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ പ്രശ്നമാകുമോ എന്നാണ് ഫുട്ബോൾ പ്രേമികളുടെ ആശങ്കയായിട്ട് വരുന്നത്. 48 ടീമുകൾ പങ്കെടുക്കുന്ന 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന ഈ ഒരു ലോകകപ്പിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾ, യുദ്ധ സാഹചര്യങ്ങൾ, മെക്സിക്കോയിൽ നടക്കുന്ന സംഘർഷങ്ങൾ, ഇതൊക്കെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചില ടീമുകളൊക്കെ പിന്മാറാനും ചില ടീമുകൾ മത്സരിക്കാതിരിക്കാനും ഒക്കെയുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലെ 16 വേദികളിൽ 104 മത്സരങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ഇതിൽ 78 മത്സരങ്ങൾക്കും വേദിയാകുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ ആഭ്യന്തര നയങ്ങൾ കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുള്ള ഇറാന്റെ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം നടക്കുന്നത് അമേരിക്കയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ലോകകപ്പിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. അന്തിമ തീരുമാനമുണ്ടാകണം. ഇറാൻ പിന്മാറിയിട്ടുണ്ടെങ്കിൽ ഇറാഖിനോ UAEക്കോ യോഗ്യത ലഭിച്ചേക്കും. ഇത് കൂടാതെ തന്നെ US ട്രംപിന്റെ യാത്രാവിലക്കുള്ള ഹെയ്ത്തി, സെനഗൽ, ഐവറി കോസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആരാധകർക്ക് അമേരിക്കയിൽ എത്താനും തടസ്സങ്ങൾ ഉണ്ടായേക്കും. മയക്കുമരുന്ന് മാഫിയ തലവനെ വധിച്ചതിന് മെക്സിക്കോയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം അതിപ്പോഴും നിലനിൽക്കുന്നതും വിശ്വമേളക്കൊരു ഭീഷണിയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ മെക്സിക്കോ സർക്കാർ സുരക്ഷ ഉറപ്പു നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് നിരക്ക് നോക്കിയാലും സാധാരണക്കാരനെ അകറ്റി നിർത്തുന്ന രീതിയിലാണ് ഫിഫയുടെ ഇത്തവണത്തെ നിരക്കുകളെല്ലാം വരുന്നത്. ഈ ഒരു അമിത ടിക്കറ്റ് നിരക്കിനെ ചരിത്രപരമായിട്ടുള്ള വഞ്ചന എന്നാണ് യൂറോപ്പിലെ അടക്കം ഫുട്ബോൾ സപ്പോർട്ടേഴ്സ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില വലിയ മാറ്റങ്ങൾ കൂടി ഇത്തവണത്തെ ലോകകപ്പിൽ ഉണ്ടായിരിക്കും. അതിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുന്നത് കളിക്കളത്തിനകത്ത് തന്നെയാണ്. പ്രധാനമായിട്ടും ഈ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഇറങ്ങുന്ന സമയത്ത് സാധാരണ ഒരു ഡിലേ വരാറുണ്ട്. എന്തായാലും ഇത്തവണത്തെ ലോകകപ്പിന് അതുണ്ടാവില്ല. അത്തരത്തിലുള്ള നിയമങ്ങളാണ് വന്നിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കുന്ന സമയത്ത് പുറത്തു പോകുന്ന താരം 10 സെക്കൻഡിനുള്ളിൽ ലൈൻ കടന്നില്ലെങ്കിൽ പകരക്കാരനായിട്ടുള്ള താരം കളത്തിലിറങ്ങാൻ 1 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വരും. ഇനി തലക്കൊഴികെ പരിക്ക് പറ്റി ചികിത്സ തേടുന്ന താരം 1 മിനിറ്റെങ്കിലും കഴിഞ്ഞ് തിരിച്ച് കളിയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ത്രോയിൻ എടുക്കാൻ വൈകിയാൽ എതിർ ടീമിന് അനുകൂലമായിട്ടുള്ള വിധി വരും. ഗോൾ കിക്ക് എടുക്കാൻ താമസിച്ചാൽ എതിർ ടീമിന് കോർണർ കിക്കും ലഭിക്കും. കൂടാതെ തെറ്റായ തീരുമാനത്തിലൂടെ രണ്ടാമത്തെ യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ അത് പുനഃപരിശോധിക്കാൻ കളിക്കാരന് വാർ സംവിധാനം ഉപയോഗപ്പെടുത്താനും സാധിക്കും. മാത്രമല്ല ഇടവേളകളിലും മാറ്റമുണ്ട്. ഓരോ 22 മിനിറ്റിന് ശേഷവും 3 മിനിറ്റ് ഡ്രിങ്ക്സ് ബ്രേക്ക് 2026 ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളിലും ഉണ്ടായിരിക്കും. കൂടാതെ സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് ടെക്നോളജി സാങ്കേതിക വിദ്യ ഓഫ് സൈഡൊക്കെ പെട്ടെന്ന് കണ്ടെത്താനും സഹായിക്കും. നിലവിലെ സാഹചര്യം കുറച്ച് പ്രശ്നമാണെങ്കിലും ഇങ്ങനെ മാറ്റങ്ങളോടെ എത്തുന്ന ലോകകപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഫുട്ബോൾ ആരാധകർ.